ാണ് ഇത് ശിർക്കല്ല എന്നത്. അതാണ് അദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ തയ്യാറില്ലാതെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഖലിതത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് ശിർക്കാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ആ ക്ലാസ് റൂമിലൂടെ ഇത്തരം ശിർക്ക് പ്രചരിപ്പിച്ചാൽ ആ ക്ലാസ് റൂം തൗഹീദുമായി ബന്ധമുള്ളതല്ല, മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധമുള്ളതല്ല എന്ന് പരസ്യപ്പെടുത്തേണ്ടി വരും, മാലോകരെ വിളിച്ചറിയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശിർക്ക് പ്രചാരണം ആ ക്ലാസ് റൂമിൽ നിന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ ശിർക്കിലേക്ക് പോകും, ഈ ശിർക്കിന്റെ ആളുകളെ നിങ്ങൾ ന്യായീകരിക്കുന്നു എന്ന് കണ്ടത് കൂടിയാണ് ഈ ക്ലാസ് റൂം ആരംഭിക്കുവാനുണ്ടായ കാരണമെന്നുകൂടി. ആ ക്ലാസ് റൂം മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, ആ ക്ലാസ് റൂം മാത്രം മതി, വേറെ ഒരാൾക്കും ക്ലാസ് റൂം തുടങ്ങാൻ ബൈലക്സിൽ സംവിധാനമില്ലെങ്കിൽ ശിർക്കല്ലേ മുജാഹിദുകളുടെ ക്ലാസ് റൂം എന്ന പേരിൽ അതിലൂടെ കേൾക്കുക. റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്.